ഹായ്, എല്ലാവർക്കും നമസ്കാരം. iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പോകുന്നത്. ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, the path followed by a particle in sliding from one point to another in the absence of friction in the shortest distance is cycloid. എന്താണ് സൈക്ലോയിഡ്? ഇത് സ്റ്റാൻഡേർഡ് ചോദ്യമാണ്, നമ്മൾ അതുപോലെ പഠിച്ചു വയ്ക്കണം. The path followed by a particle in sliding from one point to another in the absence of friction, അത് വളരെ ഇമ്പോർട്ടൻ്റ്. in the absence of friction in the shortest distance is എന്താണ്? it is a cycloid. എന്താണ്? സൈക്ലോയിഡ്. ഓക്കെ, ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറയുള്ളൂ, കാരണം അത് അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. പറയാനാണ് ഒരുപാട് പറയണം, നമ്മൾ അത്രയും ആവശ്യമില്ല നമുക്ക്, അതുകൊണ്ടാണ്. യെസ്, 13ാമത്തെ ചോദ്യമാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. ഹൗ ഫാസ്റ്റ് ഡസ് എ റോക്കറ്റ് ഷിപ്പ് ഹാവ് to go for its length to be contracted to 0.99% of its proper length? എന്താണ്? How fast does a rocket ship have to go for its length to be contracted to 0.99% of its proper length? ഓക്കെ, അതായത് ഒരു സ്പേസ് ഷിപ്പ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ആ സ്പേസ് ഷിപ്പിൻ്റെ ലെങ്ത് കോൺട്രാക്ട് ചെയ്തു, 0.99% കോൺട്രാക്ട് ചെയ്തു. 99 അല്ല, 0.99% കോൺട്രാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ലെങ്ത് എത്രയാണെന്നുള്ള ചോദ്യം. പ്രോപ്പർ ലെങ്ത് എത്രയാണെന്നുള്ള ചോദ്യം. പ്രോപ്പർ ലെങ്തിൻ്റെ 99.99% കോൺട്രാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഷിപ്പ് എത്ര വെലോസിറ്റിയിൽ പോകണമെന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു സ്പേസ് ഷിപ്പ്, ഒരു റോക്കറ്റാണെന്ന് വിചാരിക്കുക. ആ റോക്കറ്റ് ഒരു പ്രത്യേക വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണ്, ലൈറ്റിനോട് അടുത്ത വെലോസിറ്റിയാണെന്ന് മനസ്സിലാക്കാം. അതിൽ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവുകയും അതിന് ലെങ്ത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു. എത്രത്തോളം വ്യത്യാസം? കോൺട്രാക്റ്റഡ് ടു 0.99%. അങ്ങനെയാണെങ്കിൽ ആ സ്പേസ് ഷിപ്പ് എത്ര വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വേണ്ട ഇക്വേഷൻ ആണെന്ന് പറഞ്ഞിട്ടെ, നമുക്ക് വേണ്ട ഇക്വേഷൻ ഇതാണ്. ലെങ്ത് കോൺട്രാക്ഷൻ്റെ ഇക്വേഷനാണ്. എന്താ ലെങ്ത് കോൺട്രാക്ഷൻ? L = L0 into √1 - v²/c². ഇതാണ് ലെങ്ത് കോൺട്രാക്ഷൻ ഇക്വേഷൻ. കാണാതെ പഠിക്കണം. നമുക്ക് 3 ഇക്വേഷൻസ് ഉള്ളത്. ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, അതോടൊപ്പം തന്നെ മാസ് എക്സ്പാൻഷൻ. ഇങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇത് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് വെറുതെ ചുമ്മാ 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇത് ലൈറ്റിനോട് അടുത്ത വെലോസിറ്റിയിൽ, ഇപ്പോൾ 0.9 അല്ലെങ്കിൽ 0.8c വെലോസിറ്റിയിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ലെങ്ത് എന്താ? കോൺട്രാക്ട് ചെയ്യും. ലെങ്ത് അങ്ങ് കുറയുമെന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്ത് പറ്റും? ലെങ്ത് അങ്ങ് കുറയുമെന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര വെലോസിറ്റിയിൽ പോകുമ്പോഴാണ് ആ ലെങ്ത് 0.99% കുറയുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ലെങ്ത് കോൺട്രാക്ഷൻ ഇക്വേഷൻ എന്താ? L = L0 into √1 - v²/c² ആണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ചെയ്യുന്ന, എത്രത്തോളം കോൺട്രാക്ട് ചെയ്തു എന്ന അളവാണ് L എന്ന് പറയുന്നത്. L0 എന്ന പ്രോപ്പർ ലെങ്ത്, ആദ്യം ഉണ്ടായിരുന്ന ലെങ്തിനെയാണ് L0 എന്ന് പറയുന്നത്. അപ്പോൾ L = L0 into √1 - v²/c² എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ചെയ്താലോ? ചെയ്യാം. ഓക്കെ, ഈ 0.99% എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് 0.0099 എന്ന് എഴുതാം, by 100 കൊടുത്തിട്ട്. ഓക്കെ, അങ്ങനെ നമുക്കിതിനെ എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താ ചെയ്യുക? ഈ എല്ലിൻ്റെ സ്ഥാനത്ത് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്താണ്? 0.0099 L0 is equal to L0 into √1 - v²/c². കണ്ടോ? ഈ L0 വെട്ടിക്കളയാം. മനസ്സിലായോ? ഇതെന്ന് വെച്ചാൽ 0.99% ഓഫ് L0 എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ L0 ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 0.0099 is equal to √1 - v²/c². ഓക്കെ ആണേ? ഓക്കെ, ദെൻ രണ്ട് വശം സ്ക്വയർ ചെയ്യുക. 0.0099 the whole square is equal to 1 minus v square by c square.
വി സ്ക്വയർ ബൈ സി സ്ക്വയറിനെ ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക, ഇതിനെ വലതുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇടതുവശം പോസിറ്റീവ് ആവും. 1 മൈനസ് 0.0099 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഇല്ല, ഇതിന് സ്ക്വയർ വേണ്ടല്ലോ, ഇതിന് സ്ക്വയർ ഇല്ല. ഓ, തെറ്റിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കുറയ്ക്കണം. ഒന്ന് കുറച്ച് നോക്കട്ടെ. ഇത് മറ്റേ 1 മൈനസ് 1.0000 എന്നൊക്കെ പറഞ്ഞിട്ട് വേണം കുറയ്ക്കാൻ. ഞാൻ തൽക്കാലം ഇതിനകത്ത് ഇപ്പോൾ വേഗം ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറക്കുകയാണ്. നിങ്ങൾ പക്ഷേ ഇതൊന്നും പറ്റില്ല. 1 മൈനസ് 0.0099. ഓക്കെ, അതായത് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.9901 എന്ന് എഴുതുക. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.9901 സി സ്ക്വയർ എന്ന് എഴുതുക. അപ്പോൾ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.9901 ഇൻറ്റു സി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ റൂട്ട് എടുക്കണം. സോ റൂട്ട് ഓഫ് 0.9901 ഇസ് ഈക്വൽ ടു 0.995 സി. ഇതാണ് ഉത്തരം. ഇത് അല്ല, കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റും. 1.000 മൈനസ് ഈ വാല്യൂ കുറച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഉത്തരം എന്താ? സി ആണോ? അല്ല. നൺ ഓഫ് ദിസ് ആണോ? നൺ ഓഫ് ദിസ് വേണേൽ എടുക്കാം. ഇതാണോ? ഇത് എന്തായാലും അല്ല. ഓക്കെ, പിന്നെ ഒരു 0.98 സി ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉത്തരം എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് ഓപ്ഷൻ എടുക്കേണ്ടി വരും. മനസ്സിലായോ? ഒന്നെങ്കിൽ നൺ ഓഫ് ദിസ് ഓപ്ഷൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 0.98 സി എടുക്കേണ്ടി വരും. കണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉത്തരം എടുക്കാം. നൺ ഓഫ് ദിസ് എടുക്കാൻ എടുത്തോളൂ, ഇല്ലെങ്കിൽ എടുത്തോളൂ. എക്സാക്ട് ഉത്തരം ഇതാണ് കേട്ടോ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ വെച്ച് നോക്കിയോളൂ എന്തായാലും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണിത് കിട്ടുന്നത് കേട്ടോ. 14. Lagrangian for a charged particle in an electromagnetic field is. സ്റ്റാൻഡേർഡ് ചോദ്യമാണ് അല്ലേ? സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു ഭാഗത്തേക്ക് നമ്മളുടെ ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ കൊണ്ട് വിട്ടു എന്ന് വിചാരിക്കുക. എന്താണ്? ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ലഗ്രാഞ്ച് ഇക്വേഷൻ ലഗ്രാഞ്ചിയൻ. ഓക്കെ, സോ എന്ത് ചെയ്യുക? ഇതാണ് ഉത്തരം. ഇത് കാണാൻ പഠിക്കണം. നിങ്ങൾ ഏതൊരു ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC പരീക്ഷയ്ക്ക് പോയാലും ആ PSC പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യമുണ്ട്. ഒന്നെങ്കിൽ ലഗ്രാഞ്ചിയൻ ഓഫ് ആൻ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ചോദിക്കാം, അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ചോദിക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡാണ്. കാണാതെ പഠിക്കൂ. ½ mv² മൈനസ് q5 പ്ലസ് q/c ഇൻറ്റു v ഡോട്ട് എ. വേറെ ഫോർമാറ്റിലുണ്ട്, പക്ഷേ ഇതും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ്. എന്താണ്? ½ mv². ഓർത്തിരിക്കേണ്ട കാര്യം ഇവിടെ മൈനസ് ആണെന്നൊക്കെ ഓർത്ത് വെച്ചോണം. എന്താണ്? ½ mv² മൈനസ് q5 പ്ലസ് q/c ഇൻറ്റു v ഡോട്ട് എ. ½ mv² മൈനസ് q5 ഇൻറ്റു q/c ഇൻറ്റു v ഡോട്ട് എ. ½ mv² മൈനസ് q5 പ്ലസ് q/c ഇൻറ്റു v ഡോട്ട് എ. ½ mv² മൈനസ് q5 പ്ലസ് q/c ഇൻറ്റു v ഡോട്ട് എ. ½ mv² മൈനസ് q5 പ്ലസ് q/c ഇൻറ്റു v ഡോട്ട് എ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. ½ mv² മൈനസ് q5 പ്ലസ് q/c ഇൻറ്റു v ഡോട്ട് എ. ½ mv² മൈനസ് q5 പ്ലസ് q/c ഇൻറ്റു v ഡോട്ട് എ എന്ന് നമുക്ക് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ദെൻ കാണാതെ പഠിക്കണം. പിന്നെ ഞാനിപ്പോഴും കാണാതെ പഠിക്കാൻ കുറേ നേരിട്ട് പറയുന്നുണ്ട്. ചില ആൾക്ക് ഇത് പറ്റുണ്ടാവില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. നമ്മൾ PSC പരീക്ഷയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് സെറ്റ് പോലുള്ള പരീക്ഷകളാണ് നമ്മൾ എഴുതുന്നത്. അവിടെ നമുക്ക് ഇതെങ്ങനെ കിട്ടി എന്നുള്ളതല്ല പ്രധാനം, അല്ലേ? നമുക്ക് ഉത്തരം എത്തുക എന്നുള്ളതാണ്. ഓക്കെ, ലക്ഷ്യമാണ് മാർഗത്തേക്കാൾ പ്രധാനം എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് 4 ഓപ്ഷൻ തന്നാൽ അതിൽ ശരി ഉത്തരം കുത്താൻ പറ്റണം. ആ രീതി പഠിച്ചാൽ മതി. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, ഒരു 10 മിനിറ്റ് ഇരുന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ചെയ്യണം. അവസാനം കിട്ടുന്ന സാധനം ഇതാണ്. ഇത് മാത്രം കാണാതെ പഠിച്ചാൽ മതി. നിങ്ങൾ ഡെറിവേഷൻ ചെയ്താണോ കാണാതെ പഠിച്ചാണോ എന്നൊന്നും PSC OMR ഉണ്ടാവില്ല, അല്ലെങ്കിൽ നെറ്റിൻ്റെ OMR ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ½ mv² മൈനസ് q5 പ്ലസ് q/c ഇൻറ്റു v ഡോട്ട് എ. ½ mv² മൈനസ് q5 പ്ലസ് q/c ഇൻറ്റു v ഡോട്ട് എ എന്ന് എഴുതാം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം
ഇതും ഡയറക്റ്റ് ചോദ്യമാണ്. നമ്മൾ സെൻട്രൽ ഫോഴ്സ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ പ്ലാനറ്ററി മോഷൻ ഈസ് ഗിവൺ ബൈ. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എ പ്ലാനറ്ററി മോഷൻ ഈസ് ഗിവൺ ബൈ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. എന്താണ്? ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ സ്ക്വയർ യു സ്ക്വയർ എഫ് ഓഫ് 1/u മൈനസ് യു. നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പ്ലസ് ഇട്ട് എഴുതുന്നത്. പ്ലസ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് പഠിക്കുന്നത്. അതായത് എനിക്ക് നോട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അതായത് ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ സ്ക്വയർ യു സ്ക്വയർ എഫ് ഓഫ് 1/u. ഡി സ്ക്വയർ യു ബൈ ഇപ്പോൾ പഠിച്ചോളൂ. ഞാൻ പറയുന്ന ഈ ഫോർമാറ്റിൽ തന്നെ മനസ്സിൽ പഠിക്കാം. കാരണം എൻ്റെ മനസ്സിൽ ഈ ഫോർമാറ്റാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങ് എഴുതിയത്. എന്താണ്? ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ യു സ്ക്വയർ എൽ സ്ക്വയർ എഫ് ഓഫ് 1/u. അതൊരു താളത്തിൽ കിട്ടും നമുക്കത്. എങ്ങനെയാണ്? ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ സ്ക്വയർ യു സ്ക്വയർ എഫ് ഓഫ് 1/u ആണോ? ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ സ്ക്വയർ യു സ്ക്വയർ എഫ് ഓഫ് 1/u. ഒന്നുകൂടെ പറഞ്ഞേ. ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ സ്ക്വയർ യു സ്ക്വയർ എഫ് ഓഫ് 1/u. ഒന്നുകൂടെ. ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ സ്ക്വയർ യു സ്ക്വയർ എഫ് ഓഫ് 1/u. ഒന്നുകൂടെ. ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ സ്ക്വയർ യു സ്ക്വയർ എഫ് ഓഫ് 1/u. പഠിച്ചല്ലോ? പഠിച്ച്. ഈ ഫോർമാറ്റ് ഇങ്ങനെ ചോദ്യം വന്നാൽ ആദ്യം എഴുതി വെക്കണം റെഫർ ചെയ്യേണ്ടത്. എന്നിട്ട് വേണം ഓപ്ഷൻസ് നോക്കാൻ. അല്ലെങ്കിൽ എന്താ പറ്റുന്നറിയോ? നമ്മുടെ മനസ്സിലുള്ള നമ്മൾ മറന്നു പോകും. 4 ഓപ്ഷനും ശരിയാണ് നമ്മളിങ്ങ് വിചാരിക്കും. മനസ്സിലായോ? 4 ഓപ്ഷനും നമ്മൾ ശരിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ വലിയ ഇക്വേഷനുകൾ എന്താണ്? വലിയ വലിയ ഇക്വേഷനുകൾ ഓപ്ഷനുകളായിട്ട് വരും. ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലുള്ള കാര്യത്തിൽ നമ്മൾ റെഫർ ചെയ്യേണ്ട ഭാഗത്ത് നോട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം ഓപ്ഷനിലേക്ക് വരുള്ളൂ. ഒരു പക്ഷേ നമ്മുടെ മനസ്സ് മാറിയാലും നമ്മൾ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ അവിടെ ഉണ്ടാവും. കേട്ടോ? കുനിഷ്ഠമായിട്ടൊന്നും മറ്റേ ഇവിടെ ഉള്ളിൽ കെട്ടി എഴുതി വയ്ക്കരുത്. കേട്ടോ? അങ്ങനെ. അപ്പോൾ ഇതുപോലെയുള്ള വലിയ ഇക്വേഷൻസ് MCQയിൽ വരാം. അപ്പം നമ്മളത് പഠിക്കണം. അപ്പം ഇങ്ങനെയുള്ള MCQ വരുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും ചോദ്യങ്ങൾ. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കണ്ടെത്താൻ പറ്റണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അതുപോലെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവണം. ഒന്നുകൂടെ പറഞ്ഞേ. സെൻട്രൽ ഫോഴ്സ് ഫീൽഡിലെ ഓർബിറ്റ് ഇക്വേഷൻ നമ്മൾ പറയുന്ന പേര് പ്ലാനറ്ററി മോഷൻ. ഓർബിറ്റ് ഇക്വേഷൻ എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്താണ്? ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് യു ഇസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ സ്ക്വയർ യു സ്ക്വയർ എഫ് ഓഫ് 1/u എന്നാണ് നമ്മൾ പറയുന്നത്. കേട്ടോ? അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ടാവണേ. മറന്നു പോകരുത്. ഓക്കെ? ക്ലിയർ അല്ലേ? 16 ഹാമിൽട്ടൺസ് കാനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആർ. ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ ഞാൻ അവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. പെട്ടെന്ന്. ഓക്കെ. നമുക്ക് പ്രധാനമായിട്ടും 3 ഇക്വേഷൻസ് ഓഫ് മോഷനുകൾ അല്ലെങ്കിൽ ഇക്വേഷൻസുകൾ നമുക്ക് ഫിസിക്സിൽ പറയുന്നുണ്ട്. ക്ലാസിക്കലിൽ ഒന്ന് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. 2 ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ്. ഞാൻ എല്ലാം കൂടെ എഴുതുന്നില്ല. 3 ഹാമിൽട്ടൺ. ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ്, ഹാമിൽട്ടൺ മെക്കാനിക്സിൽ. ഓക്കെ. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്ടർ എഡിഷൻ വരുന്നുണ്ട്. അതിൽ കൺസ്ട്രെയിൻറ്റുകൾ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് പാടാണ് അതിലെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനായിട്ട് നോർമൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താനാണ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസ് കൊണ്ടുവന്നത്. ഓക്കെ. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുപയോഗിച്ച് നമുക്ക് ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ലഗ്രാഞ്ചിയൻ L എന്ന് വെച്ചാൽ T-V ആണ് ലഗ്രാഞ്ചിയൻ. ഓക്കെ. ഇക്വേഷൻ ഓഫ് മോഷൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണെങ്കിൽ d by dt of del by del x dot minus del by del x equal to 0. ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇത് ലഗ്രാഞ്ചിയൻ. ഇനി ഹാമിൽട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? H is equal to T plus V ആണ്. എന്താണ്? ഹാമിൽട്ടൺ എന്ന് വെച്ചാൽ H is equal to T plus V ആണ്. ഇത് സെക്കൻഡ് ഓർഡർ ആണ് ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്. ന്യൂട്ടൺ നമുക്ക് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും പറയാൻ പറ്റില്ല. വളരെ കോംപ്ലക്സ് ആണ്. ദെൻ ഹാമിൽട്ടൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ ആണ്. ഓക്കെ. T കൈനറ്റിക് എനർജി, V പൊട്ടൻഷ്യൽ എനർജി. കേട്ടോ? ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണോ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണോ ഏറ്റവും ഈസി? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആരായിരിക്കും? ഹാമിൽട്ടൺ ആയിരിക്കും നമുക്കൊരു പ്രോബ്ലം സൊല്യൂഷനിൽ മുന്നിൽ നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത്. കേട്ടോ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹാമിൽട്ടൺ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക.
ഹാമിൽട്ടോണിയൻ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹാമിൽട്ടൺ എന്ന് ഒരു കാര്യം പറയും, അതാണ് h=t+v എന്ന് പറയുന്നത്. ഹാമിൽട്ടൺ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കേട്ടോ. ഇപ്പൊ ലഗ്രാഞ്ചിൻ എന്ന് വെച്ചാൽ L=t-v ആണ്. ലഗ്രാഞ്ചിൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ അതാണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ. എന്താണ്? ഹാമിൽട്ടൺസ് കാനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മളോട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാ ഉത്തരം? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? Q dot is equal to dou H divided by dou P. QJ dot is equal to ജെയോ ഐയോ എന്താണ് കൊടുക്കുമ്പോൾ ഒരുപോലെ കൊടുക്കണമെന്നേ ഉള്ളൂ. അടുത്ത എന്താണ്? PI ഡോട്ട് എന്ന് വെച്ചാൽ മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ ജെ ഡോട്ട്, അല്ലെ ഐ ഡോട്ട് ഓർ ജെ ഡോട്ട്, എനിക്ക് ഇഷ്ടം കേട്ടോ. ഇത് കാണാതെ പഠിച്ചേ പറ്റൂ, കാണാതെ പഠിച്ചേ പറ്റൂ, കാണാതെ പഠിച്ചേ പറ്റൂ, കാണാതെ പഠിച്ചേ പറ്റൂ. എന്താണ്? ഒന്ന് QJ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ PJ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ QJ ഡോട്ട്. കാണാതെ പഠിക്കൂ. അപ്പോൾ ഇടതുവശം ഡോട്ട് വരുന്നതാണ്. QJ ഡോട്ടും PJ ഡോട്ടും PJ ഡോട്ടും. വലതുവശം ഡിനോമിനേറ്ററിൽ ഡോട്ട് വരാൻ പാടില്ല, ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കണം കോൺജുഗേറ്റ്. സോ ഡോ എച്ച് ബൈ ഡോ QJ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ PJ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ QJ. പക്ഷേ PJക്ക് എന്ത് വേണം? ഒരു മൈനസ് വേണം. എന്ത് വേണം? ഒരു മൈനസ് വേണം. സോ ഓപ്ഷൻ എ ആണ് 16ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ചോയ്സ്. അപ്പോൾ QJ ഡോട്ട് ഇസ് ഈക്വൽ ഡോ എച്ച് ബൈ ഡോ PJ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ QJ കേട്ടോ. അടുത്തത് the number of possible longitudinal modes of linear symmetric triatomic molecules are. ഒരു ലീനിയർ ട്രൈഅറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ആ ലീനിയർ ട്രൈഅറ്റോമിക് മോളിക്യൂൾസിലെ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇതാ ട്രൈഅറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ, ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഓക്കെ. അപ്പോൾ ഒരു പോസിബിലിറ്റി ഇങ്ങോട്ട് ഇത് സ്ട്രെച്ച് ചെയ്യാം, ഇങ്ങോട്ട് ഇത് സ്ട്രെച്ച് ചെയ്യാം. ഇതിന് നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയും. ഇനി അടുത്തൊരു പോസിബിലിറ്റി എന്താ? ഈ സാധനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, അസിമെട്രിക് സ്ട്രെച്ചിങ്. അല്ലേ? അപ്പോൾ പോസിബിൾ ലോഞ്ചിറ്റ്യൂഡൽ നോർമൽ മോഡ്സ് ആണ്. മനസ്സിലായോ? ലോഞ്ചിറ്റ്യൂഡൽ ഇങ്ങനെയുള്ളത് മതി, ഇങ്ങനെയുള്ളത് വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളത് മാത്രം മതി. അപ്പോൾ അത് ഒരെണ്ണം സിമെട്രിക് സ്ട്രെച്ചിങ് വരാം, മറ്റൊന്ന് അസിമെട്രിക് സ്ട്രെച്ചിങ്, ഇത് ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും അങ്ങനെയൊക്കെ വരാം. ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും, അല്ലെങ്കിൽ രണ്ടും ഒരു സ്ഥലത്തേക്ക് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് രണ്ട് പോസിബിൾ മോഡ്സുകളാണ് ഇവിടെ ഇതിൻ്റെ അകത്തുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിൻ്റെ റൈറ്റ് ചോയ്സ് 2. സോ ദ നമ്പർ ഓഫ് പോസിബിൾ ലോഞ്ചിറ്റ്യൂഡിനൽ നോർമൽ മോഡ്സ് ഓഫ് ലീനിയർ സിമെട്രിക് ട്രൈഅറ്റോമിക് മോളിക്യൂൾസ് എത്രയാണ്? 2. ഇത് തന്നെ അറ്റോമിക് മോളിക്യൂൾ സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ ഈ കോൺസെപ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 2 എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. ദ ജനറലൈസ്ഡ് വെലോസിറ്റി കോർഡിനേറ്റ് QK ഓഫ് ക്ലാസിക്കൽ സിസ്റ്റം വിത്ത് ലഗ്രാഞ്ചിയൻ L ഈസ് സെഡ് ടു ബി സൈക്ലിക് ഇഫ്. ഇത് നമുക്കൊന്ന് ചെയ്യേണ്ട ഒരു ടൈപ്പ് ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നോക്കൂ, ജനറലൈസ്ഡ് വെലോസിറ്റി കോർഡിനേറ്റ് QK ഓഫ് ക്ലാസിക്കൽ സിസ്റ്റം വിത്ത് ലഗ്രാഞ്ചിയൻ L ഈസ് സെഡ് ടു ബി സൈക്ലിക്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ സൈക്ലിക് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സിമ്പിളായിട്ടാണ് ചോദ്യത്തിൻ്റെ കാര്യം. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ d/dt ഓഫ് ഡോ L ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ L ബൈ ഡോ ക്യൂ ജെ ഇസ് ഈക്വൽ ടു 0 എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഈ സാധനം ഡോ L ബൈ ഡോ ക്യൂ ജെ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് PJ ആണ്, മൊമെൻ്റം. അല്ലെങ്കിൽ ഡോട്ട് ഉണ്ട് കേട്ടോ അവിടെ. ഡോ L ബൈ ഡോ ക്യൂ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് PJ ഡോട്ടാണ്. എന്താണ്? അത് PJ ഡോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് PJ ഡോട്ട് ആണ്, PJ ഡോട്ട്. ഓക്കെ ഓക്കെ
ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഈക്വൽ പി ജെ ഡോട്ട്. പക്ഷേ ആ ഒരു കോർഡിനേറ്റ്സിലുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല അല്ലേ, ആ സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കലി നമുക്ക് പറയാനായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യേണ്ടി വരും. എന്താണ്? ഡോ എൽ ബൈ ഡോ ക്യൂ. ഇവിടെ ജെയ്ക്ക് പകരം കെ എടുത്തു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താണ്? ഇവിടെ കെയ്ക്ക് പകരം നമ്മൾ ജെ എന്ന് എടുത്തേ ഉള്ളൂ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇത് വേറെ തൽക്കാലം ഇത് ഇങ്ങനെ അങ്ങ് പഠിച്ചു വയ്ക്കുക, അതാണ് ഒരു വഴി എന്ന് പറയുന്നത് കേട്ടോ. അയ്യോ ഈ സാധനം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത് ഈ ക്യൂ ജെ എന്ന് പറഞ്ഞ സൈക്ലിക് ആയാൽ അതൊരിക്കലും ലഗ്രാഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞ് വളരെ കൺഫ്യൂസിങ് ആക്കിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. അതായത് ലഗ്രാഞ്ചിലെ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോർഡിനേറ്റ് ഒരിക്കലും ലഗ്രാഞ്ചിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് വരില്ല. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് വരുന്നില്ല എങ്കിൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അതെന്തായിരിക്കണം? 0 ആയിരിക്കണം. ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റാണ് അല്ലേ? ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ 0 അല്ലെങ്കിൽ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ഓൾസോ ഈക്വൽ ടു 0. കണ്ടോ? അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ the mass of an electron is double its rest mass, then the velocity of the electron is. സ്റ്റാൻഡേർഡ് ചോദ്യമാണ്, ചെയ്തു തന്നെ തരാം. ഇത് മാസ് എക്സ്പാൻഷൻ റിലേറ്റിവിസ്റ്റിക് ക്ലാസിക്കലിലെ റിലേറ്റിവിറ്റിയിലെ ആണ് മാസ് എക്സ്പാൻഷൻ. എം ഈസ് ഈക്വൽ ടു എം നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലേ? ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഡബിളായി റെസ്റ്റ് മാസിൻ്റെ. എം നോട്ടാണ് റെസ്റ്റ് മാസ്, അപ്പോൾ മാസ് ഡബിളായി. അപ്പോൾ എമ്മിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഡബിൾ മാസ് 2m നോട്ട് കൊടുക്കണം. അപ്പോൾ 2m നോട്ട് ഈക്വൽ ടു ഈക്വേഷൻ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഈക്വൽ ടു എം നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതുക. എം നോട്ടും കട്ട് ചെയ്തു. 2 ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. 4 ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതിനിപ്പുറത്തേക്ക് എടുക്കുക. 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4 എന്ന് എഴുതുക. ശരിയല്ലേ? വി സ്ക്വയർ ബൈ സി സ്ക്വയർ വലതുവശത്ത് കൊണ്ടുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 ഇടതുവശത്ത് നെഗറ്റീവ് ആവും. 1 മൈനസ് 1/4. അപ്പോൾ 4 മൈനസ് 1/4 ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ സി സ്ക്വയർ. 3/4 ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ സി സ്ക്വയർ. സി സ്ക്വയർ ഇപ്പോഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/4 സി സ്ക്വയർ. സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് 3/2 സി. എത്രയാണ്? റൂട്ട് 3/2 സി. ശരിയല്ലേ? എത്രയാണ്? റൂട്ട് 3/2 സി. റൂട്ട് 3/2 സി. യെസ്, ദാ ഓപ്ഷൻ ഡി. എത്രയാണ്? റൂട്ട് 3/2 സി. ഓക്കെ, 20ാമത്തെ ചോദ്യം സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. ദ മാക്സിമം ആൻഡ് മിനിമം വെലോസിറ്റീസ് ഓഫ് സാറ്റലൈറ്റ് ആർ v1 ആൻഡ് v2 റെസ്പെക്റ്റീവ്ലി. ദ എക്സെൻട്രിസിറ്റി ഓഫ് ദി സാറ്റലൈറ്റ് എത്രയാണ്? ഓപ്ഷൻ സി ആണ്. എക്സെൻട്രിസിറ്റി മാക്സിമം മിനിമം വെലോസിറ്റി മൈനസ് ഡിവൈഡ് ബൈ മാക്സിമം പ്ലസ് മിനിമം വെലോസിറ്റി സം എഴുതുക. സോ v1 മൈനസ് v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 എന്ന് എഴുതാം. ഓക്കെ, ദെൻ 21ാമത്തെ ചോദ്യം. ദ പ്രോഡക്റ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് മൊമെന്റം ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഡാഷ്. എന്താണ്? ദ പ്രോഡക്റ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആൻഡ് കോൺജുഗേറ്റ് മൊമെന്റം ഹാവ് ദി ഡയമെൻഷൻ ഓഫ്. എന്താ ചെയ്യേണ്ടേ? ദാ ഇവിടെ നോക്കുക. നമുക്കറിയാം ആംഗിൾ റോൻ്റെ എൽ എന്ന് വെച്ചാൽ എന്താ? ആർ ക്രോസ് പി ആണ് അല്ലേ? 6 റേഡിയസ് ആണ്. സോ എല്ലിലെടുക്കാം. മൊമെന്റം എം എൽ ടി റേസ് ടു -1 അല്ലേ? സോ ആർ ഡോട്ട് പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ എം എൽ ടി റേസ് ടു -1 ആണ്. അതായത് എം എൽ സ്ക്വയർ ടി റേസ് ടു -1 എന്ന് എഴുതാം. എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -1. അതായത് ആംഗുലർ മൊമെന്റം. എന്താണ്? ആംഗുലർ മൊമെന്റം. ദ പ്രൊഡക്റ്റ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആൻഡ് കോൺജുഗേറ്റ് മൊമെന്റം ഹാസ് ദ ഡയമെൻഷൻ ഓഫ് എന്താണ്? ആംഗുലാർ മൊമെന്റം എന്ന് എഴുതാം. എന്താണ്? ആംഗുലർ മൊമെന്റം. കാരണം ദാ ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ എം എൽ സ്ക്വയർ ടി റേസ് ടു -1 തന്നെ കിട്ടില്ല ഡയറക്റ്റ്. കണ്ടോ? അപ്പോൾ പ്രോഡക്റ്റ് എടുത്ത് ചെയ്യുമ്പോഴും നോർമൽ എടുത്ത് ചെയ്യുമ്പോഴും രണ്ടും ഒന്ന് തന്നെയാണ്. സോ അങ്ങനെയാണ് നമുക്ക് 21ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ബി ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. യെസ്, അപ്പോൾ നമുക്ക് നിർത്താം. ക്ലാസിക്കലിൻ്റെ നമ്മൾ 10 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. നമുക്കിനി ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്, മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. നന്നായിട്ട് നോക്കൂ. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും
അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.